അവസരം തരിക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം. അവൻ നമ്മോട് ചെയ്ത മഹത്തായ അനുഗ്രഹവും ഔദാര്യവുമാണത്. ഒരാളുടെ ദുനിയാവിലെ വിജയം ദീനനുസരിച്ചുള്ള അയാളുടെ ജീവിതത്തിലാണ്. ആഖിറത്തിലെ വിജയവും അയാൾ എത്രത്തോളം ദീനനുസരിച്ച് ജീവിച്ചു എന്നതിനടിസ്ഥാനപ്പെടുത്തിയാണ്. യഥാർത്ഥ ഭാഗ്യം, നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ ഭാഗ്യം, ഹല്ല്, അത് ദീനാണ്. അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ അയാൾക്ക് വരദാനമായി കൊടുക്കുന്നത് ദീനായിരിക്കും. അല്ലാഹു തന്നെ അവന്റെ വചനങ്ങളിലൂടെ പറഞ്ഞ കാര്യമാണത്. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. അല്ലാഹു ഒരാളുടെ ഹൃദയത്തെ വിശാലമാക്കിയാൽ അയാൾ അല്ലാഹുവിന്റെ വെളിച്ചത്തിലായിരിക്കും, റബ്ബിന്റെ വെളിച്ചത്തിലായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് മറ്റൊരു കാര്യമാണ്. ഇന്നല്ലാഹ ഖസ്സമ ബൈനകും അഖ്ലാഖകും കമാ ഖസ്സമ ബൈനകും അർസാഖകും. നിങ്ങളുടെ റിസ്ക് എങ്ങനെയാണോ അല്ലാഹു നിങ്ങൾക്കിടയിൽ വീതം വെച്ചത്, അതുപോലെ നിങ്ങളുടെ സ്വഭാവങ്ങളെയും അല്ലാഹു നിങ്ങൾക്കിടയിൽ വീതം വെക്കുകയാണ്. വ ഇന്നല്ലാഹ യുഅ്തിൽ മാല മൻ യുഹിബ് വമൻ ലാ യുഹിബ്. അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്കും അല്ലാഹു ഇഷ്ടപ്പെടാത്തവർക്കും സമ്പത്ത് കൊടുക്കും. വലാ യുഅ്തിൽ ഈമാന ഇല്ലാ മൻ അഹബ്. അവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ പക്ഷെ അല്ലാഹു ഈമാൻ നൽകുകയുള്ളൂ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു നമ്മെ മുസ്ലിമാക്കിയതിൽ നമുക്ക് അഭിമാന ബോധം വേണം. ദീനിനോടും അതിന്റെ ചിഹ്നങ്ങളോടും അതിയായ ആദരവും ബഹുമാനവും വെച്ചു പുലർത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യണം. സൂറത്ത് ഫുസ്സിലത്തിലെ 32-ാമത്തെയും 33-ാമത്തെയും ആയത്താണ് ഞാൻ ഖുതുബയുടെ ആരംഭത്തിൽ പാരായണം ചെയ്ത് കേൾപ്പിച്ചത്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഒന്ന്, അഭിമാന ബോധം വേണം എന്നതാണ്. ഞാൻ ഒരു മുസ്ലിമാണ്, ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് എന്നതിന് അഭിമാന ബോധം വേണം. വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ. നന്മയും തിന്മയും ശരിയും തെറ്റും ഒരിക്കലും തുല്യമായി തീരുകയില്ല. രണ്ടാമത്തത് അതാണ്. നന്മയിലേക്ക് ക്ഷണിക്കുന്നു. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്. നന്മയിലേക്ക് ക്ഷണിക്കുന്നു എന്നതാണ്. മൂന്നാമത്തത് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. നാലാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞിട്ടുള്ളത് വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദു ഹല്ലിൻ അലീം. ക്ഷമയുള്ള ആളുകൾക്ക് മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ. ക്ഷമയുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു വിഹിതം, ഈ ഒരു സൗഭാഗ്യം ലഭിക്കുകയുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ കാണാം, സന്ധി സംഭാഷണത്തിന്റെ ഭാഗമായി, ചർച്ചയുടെ ഒക്കെ ഭാഗമായി ഇപ്പൊ വർത്തമാന കാലഘട്ടത്തിൽ ഹമാസ് ആ സന്ധി സംഭാഷണങ്ങൾക്ക് ഒരുങ്ങുകയും രണ്ടു കൂട്ടരും അപ്പുറവും ഇപ്പുറവുമുള്ള ബന്ദികളെ വിട്ടയക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. ഹമാസ് ബന്ദികളെ വിട്ടയച്ചപ്പോൾ ഇസ്ലാമിന്റെ ഏറ്റവും ഉന്നതമായ സംസ്കാരമാണ് അവര് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഒരു ഇസ്രായേൽ സൈന്യത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ
ഹമാസിന്റെ പോരാളികളുടെ, അബൂ ഉബൈദയെ ഓർമ്മിപ്പിക്കുന്ന ഹമാസിന്റെ പോരാളിയുടെ മുഖത്ത്, നെറ്റിയിൽ, തലയിൽ ചുംബനം നൽകിക്കൊണ്ടാണ് ഇസ്രായേൽ സൈന്യം, ബന്ധിയാക്കപ്പെട്ട ഇസ്രായേൽ സൈന്യം അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് സന്തോഷത്തോടെ. ലോകം ആ ചിത്രം കണ്ടു. ഇപ്പോൾ ഫലസ്തീനിൽ മാത്രമല്ല, അഫ്ഗാനിലും അങ്ങനെ നടന്നിട്ടുണ്ട്. ഇവോൺ റിഡ്ലി എന്ന പേരുള്ള ഒരു പത്രപ്രവർത്തക, അവര് മലയാളക്കരയിൽ വന്നിട്ടുണ്ട്, കേരളത്തിൽ വന്നിട്ടുണ്ട്. അവർ ഇവോൺ റിഡ്ലി എന്ന് പറയുന്ന പത്രപ്രവർത്തക, യൂറോപ്യൻ പത്രപ്രവർത്തക, ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായി തീർന്നിട്ടുള്ളത് അഫ്ഗാനിലെ ആ അന്നത്തെ സൈന്യത്തിന്റെ, അന്നത്തെ ആളുകളുടെ ഡീസൻസി ആയിരുന്നു. അവരെ ഈ സ്ത്രീയോട് കാണിച്ച മൊഡസ്റ്റി ആയിരുന്നു അവരെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുകയും മുസ്ലിമായി തീരാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നത് കാണാം. മറുഭാഗത്ത് ഭക്ഷണവും വെള്ളവും നിഷേധിച്ചുകൊണ്ട് ഫലസ്തീൻ പോരാളികളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തതും നമ്മൾ കണ്ടു. നായയെ ഉപയോഗിച്ചു. ഈ ബന്ധിയെ കൈകാര്യം ചെയ്യാൻ നായ ഉപയോഗിച്ചു. ഇസ്രായേൽ സൈന്യം ചികിത്സ നിഷേധിച്ചു. സത്യത്തിൽ ഹമാസിന്റെ അല്ലെങ്കിൽ അഫ്ഗാനിലെ അന്നത്തെ ആളുകളുടെ പ്രചോദനവും മഹിതമായ മാതൃകയും അവർ പഠിച്ചെടുത്ത ഉന്നതമായ മൂല്യവും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നായിരുന്നു. സുമാമ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, ഒരു ബന്ധിയെ, പരസ്പരമുള്ള ഏറ്റുമുട്ടൽ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായും രാഷ്ട്രാന്തരീയമായ ടാക്ടിക്സിന്റെ ഭാഗമാണ് ബന്ദികളാക്കി പിടിക്കപ്പെടുക എന്ന് പറയുന്നത്. അത് അന്നും പിടിക്കപ്പെടാറുണ്ട്, ഇന്നും പിടിക്കപ്പെടുന്നുണ്ട്. അസീർ എന്നാണ് ഖുർആൻ അതിന് പ്രയോഗിച്ചിട്ടുള്ളത്. ബന്ധി ഇന്നും ഉണ്ടത്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിൽ, പോരാളികൾ തമ്മിലുള്ള യുദ്ധങ്ങളിൽ അങ്ങനെ പിടിക്കപ്പെടും. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യൻ ബന്ധിയാക്കപ്പെട്ടതാണ് സുമാമ റളിയല്ലാഹു അൻഹു. എങ്ങനെയാണ് ഒരു ബന്ധിയെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിക്കുകയും ചെയ്തു. പ്രവാചകനോട് വിരോധം വെച്ച് പുലർത്തിയ ഒരു മനുഷ്യനായിരുന്നു അയാൾ. അദ്ദേഹം, സഹാബത്ത് അദ്ദേഹത്തെ ബന്ധിയാക്കി. പള്ളിയുടെ ഒരു തൂണിലാണ് ആ മനുഷ്യനെ കൊണ്ടുവന്ന് ബന്ധിച്ചത്, സുമാമയെ കൊണ്ടുവന്ന് ബന്ധിച്ചത്. സുബഹിക്ക് പള്ളിയിലേക്ക് വന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രംഗം കണ്ടു. എന്നിട്ട് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം സുമാമയോട് ചോദിച്ചു, മാ ഇൻദക യാ സുമാമ, സുമാമേ എന്താ കാര്യം, എന്താണ് നിനക്ക് പറയാനുള്ളത്? അപ്പൊ സുമാമ പറഞ്ഞു, ഇൻദി ഖൈറുൻ യാ മുഹമ്മദ്, മുഹമ്മദേ ഒന്നുമില്ല, നല്ല തന്നെ. ഇൻ തഖ്തുലിനി തഖ്തുൽ ദാ ദമിൻ, താങ്കൾ കൊല്ലുകയാണെങ്കിൽ രക്തമുള്ള ഒരു മനുഷ്യനെ താങ്കൾക്ക് കൊല്ലാം, എന്നെ കൊല്ലാം. വഇൻ തുൻഇം അലാ ശാകിരിൻ, താങ്കൾ ഇനി അനുഗ്രഹം ചൊരിയുകയാണെങ്കിൽ, ഔദാര്യം കാണിക്കുകയാണെങ്കിൽ, നന്ദിയുള്ള ഒരു മനുഷ്യനോടാണ് താങ്കൾ ഔദാര്യം കാണിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ സഹാബികളോട് പറഞ്ഞു, അത്ലിഖു സുമാമ, നിങ്ങൾ സുമാമയെ മോചിപ്പിക്കണം, സുമാമയെ മോചിപ്പിക്കണം, കെട്ടിയിട്ടതെല്ലാം അഴിച്ചുവിടണം. ഫന്തലഖ സുമാമത്തുൻ ഇലാ നഖ്ലിൻ ഖരീബി മിനൽ മസ്ജിദ്, പള്ളിയുടെ അടുത്തുള്ള ഒരു ഈന്തപ്പനയുടെ ചോട്ടിലേക്ക് എന്നിട്ട് ഈ സുമാമ, കെട്ടഴിച്ചു മാറ്റപ്പെട്ട സുമാമ ചെന്നു. ഫഖ്തസൽ, അതിന്റെ അടുത്തുള്ള ഒരു അരുവിയിൽ ചെന്നുകൊണ്ട് സുമാമ കുളിച്ചു. സുമ്മ ദഖലൽ മസ്ജിദ്, പിന്നീട് പള്ളിയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അയാൾ അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്, ഫഖാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇസ്ലാമിന്റെ ആദർശവാക്യം സുമാമ പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് സുമാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, യാ മുഹമ്മദ് വല്ലാഹി മകന അലൽ അർളി വജ്ഹുൻ അബ്ഗള ഇലയ്യ മിൻ വജ്ഹിക്, ഭൂമിയില് താങ്കളുടെ മുഖത്തേക്കാൾ എനിക്ക് വെറുപ്പുള്ള മറ്റൊരു മുഖവും ഉണ്ടായിരുന്നില്ല. അല്ലാഹുവാണ് സത്യം. വല്ലാഹി മാ കാന മിൻ ദീനിൻ അബ്ഗള ഇലയ്യ മിൻ ദീനിക്, ദുനിയാവിൽ താങ്കളുടെ ദീനിനോളം എനിക്ക് വെറുപ്പുള്ള മറ്റൊരു ജീവിത ദർശനവും ഉണ്ടായിരുന്നില്ല, ദീനും ഉണ്ടായിരുന്നില്ല. ഫഅസ്ബഹ ദീനുക അഹബ്ബ ദീനി ഇലയ്യ,
പക്ഷേ താങ്കളുടെ ദീൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറി. വല്ലാഹി മാ കാന മിൻ ബലദിൻ അബ്ഗള ഇലയ്യ മിൻ ബലദിക്. താങ്കളുടെ ദേശത്തേക്കാൾ, താങ്കൾ ജനിച്ച് ജീവിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ദേശത്തേക്കാൾ വെറുപ്പുള്ള മറ്റൊരു ദേശവും എനിക്കുണ്ടായിരുന്നില്ല. ഫഅസ്ബഹ ബലദുക് അഹബ്ബൽ ബിലാദി ഇലയ്യ. ഇപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാട് അങ്ങയുടെ നാടായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇതൊരു സംസ്കാരമാണ്, ഇതൊരു മാതൃകയാണ്. അള്ളാഹുവിന്റെ ദീനിനെ വേണ്ടതുപോലെ ആഴത്തിൽ മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.